നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് കരയുമ്പോഴും മറ്റും ചേച്ചി എപ്പോഴും വന്ന് എടുക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടല്ലോ. അതെന്താ, എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് കരുതിയിട്ടാണോ? അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛ? കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം വരുമെന്നും അത് കൂടിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരുമെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അതിന്റെ എളുപ്പത്തിനാണ് അവരെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. നമ്മൾ ചെന്ന് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഇവിടെ നിൽക്കുന്ന സമയത്ത് എങ്ങാനും കുഞ്ഞിന് വല്ല ശ്വാസം മുട്ടലോ വന്ന് വയ്യാതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വലിയ പാടായിരിക്കില്ലേ? അവസാനം നമ്മൾ തെറ്റുകാരാവുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ചടങ്ങൊക്കെ അവിടെ തന്നെ നടത്തുന്നത്. ഒരു ചടങ്ങ് നടത്തുമ്പോ അതിൻ്റെതായ രീതി നടത്തണ്ടേടാ. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? ആൾക്കാരല്ലല്ലോ, നമ്മുടെ സൗകര്യമല്ലേ. നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയല്ലേ വിചാരിക്കുന്നത്. നെല്ലിശ്ശേരിയിലെ ആരും അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിന്റെ കണ്ടീഷൻ വെച്ചും നടത്താനുള്ള സൗകര്യം വെച്ചും എന്തുകൂട്ടും അവിടെ വെച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. ചെലവ് നമുക്ക് വഹിക്കാം. അച്ഛ സേതു അങ്കിളിനൊന്ന് വിളിക്ക്. അവരെന്താ മനസ്സിൽ കണ്ടേക്കുന്നെന്ന് അറിയില്ലല്ലോ. ആതിരെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചടങ്ങ് നടത്താനാ നമ്മുടെ ആഗ്രഹമെന്ന് പറയേ. അപ്പൊ എന്താ പറയുന്നെന്ന് നോക്കാല്ലോ. അച്ഛൻ വിളിക്ക്. ഇപ്പൊ തന്നെ ഒരു തീരുമാനമാവുമല്ലോ. വിളിക്കും മാഷേ. ഹലോ മാഷേ. സേതു, ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനാ. കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങും മറ്റ് ചടങ്ങുകളും ഒക്കെ നടത്തേണ്ടത് ഇവിടെയാണ്. ഇനി അതല്ല, നിങ്ങൾ മറ്റു വല്ലതും ചിന്തിക്കുന്നുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. ഇല്ലെങ്കിൽ നാളെ തന്നെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അത് തീരുമാനിക്കേണ്ടതും നടത്തേണ്ടതും നിങ്ങൾ തന്നെയാ. എങ്കിലും കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യിക്കാതിരിക്കുന്ന നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിൽക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നടത്താം. അതല്ലേ നല്ലത്? സേതുവിന്റെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മാഷിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? അപ്പോ അങ്ങനെ തന്നെ നടക്കട്ടെ. ശരി സേതു, എന്നാ ഓക്കെ. ശരി മാഷെ. ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സേതുങ്ങളും പറഞ്ഞത്? കുഞ്ഞിന്റെ ആരോഗ്യനില കണക്കിലെടുത്ത് അവിടെ വെച്ച് നടത്താന്നാ സേതു പറയുന്നത്. അത് തന്നെയാ അതിന്റെ ശരി. ഇപ്പൊ അതിനൊരു തീരുമാനമായല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അവരെല്ലാം മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടാവൂന്ന്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ആദ്യം അവരുടെ അഭിപ്രായം വേണം ചോദിക്കാൻ. എന്നിട്ടേ നമ്മളൊരു തീരുമാനം എടുക്കാവൂ. അനൂപിനും കൂടെ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട മാഷേ. അങ്ങനെ തന്നെ നടക്കട്ടെ. അച്ഛന് വിഷമമായി എന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ കൊണ്ടുവന്ന് ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ഇതിനൊക്കെ വിഷമാവില്ലേ? അതുകൊണ്ട് അത് സാരമില്ല. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത്.
അർച്ചന സ്വന്തം കുഞ്ഞായിട്ടാ ആതിരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതും എല്ലാം. ആദ്യം വാങ്ങിയത് മുതൽ ഇപ്പൊ വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം അല്ല. മോക്ക് ആദ്യ ചുംബനം കൊടുത്തത് മുതൽ ഇപ്പൊ കുളിപ്പിക്കുന്നത് വരെ അർച്ചന. അല്ല, കുഞ്ഞിന് ഒന്നും മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിയിൽ ഉറക്കുന്നതൊക്കെ പിന്നീട് മൈൻഡിൽ സെറ്റായിട്ട് മാറും. ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഞാൻ പറയുമ്പോ ചിലപ്പോ ചേച്ചിക്ക് വിഷമം വന്നെന്ന് വരാം. പക്ഷെ ആലോചിച്ചാ അത് ശരിയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും. നീ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. ഞാനല്ല, ചേച്ചി എന്നെയാ ടെൻഷൻ എടുപ്പിക്കുന്നേ. ഞാൻ നിന്നെ ടെൻഷൻ എടുപ്പിക്കുന്നോ? എങ്ങനെ? ഞാൻ പറയാനുള്ളത് പറയാം. മോള് കരയുമ്പോഴും മറ്റും ചേച്ചി എപ്പോഴും വന്ന് എടുക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടല്ലോ. അതെന്താ, എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് കരുതിയിട്ടാണോ? അല്ല, അതെനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാ. എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതിര് മോളെ, നീ എന്തൊക്കെ? ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. എന്റെ കൊച്ചു ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെയാ, അല്ലാതെ അമ്മയുടെ ചേച്ചി ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നെ കണ്ട് ആതിര നിർത്തണ്ട. പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ആതിര പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. അർച്ചനയുടെ കയ്യിൽ കുഞ്ഞ് കരയാതിരിക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ അർച്ചനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? അതിന് കുഞ്ഞിന്റെ അമ്മ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. ജീവനോടെ തന്നെ ഉണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.